നമ്മുടെ സുസാനയുടെ ചെയിൻ, അന്ന് പോയ ചെയിനാണ് ഇത്, കിട്ടിയിട്ടുണ്ട് കേട്ടോ എന്ന് പറഞ്ഞു. വൈഫ് വേദന എടുത്തു വെച്ചിട്ട് പറഞ്ഞു അവരെന്തായാലും വരും, നമുക്കിത് കൊടുക്കണം, ചക്ക വേണം എനിക്കെന്ന് പറയും. ഞാൻ ശരി, ചക്കയുടെ കൂട്ടത്തിൽ ഞാൻ വേറൊരു സർപ്രൈസും കൂടി തരാട്ടോ എന്ന് പറയും. ഇനി ഒരാളെ പരിചയപ്പെടുത്താം. അദ്ദേഹം ഒരു ഓട്ടോ ഡ്രൈവറാണ്. ഇദ്ദേഹത്തിന് ഒരു സ്വർണ്ണ മാല കളഞ്ഞു കെട്ടിയായിരുന്നു. ഈ മാല ഉടമയെ ഏൽപ്പിക്കാനായിട്ട് അദ്ദേഹം കാത്തിരുന്നത് 3 വർഷമാണ് കേട്ടോ. തൻ്റെ വാഹനത്തിൽ കയറുന്ന യാത്രക്കാരെല്ലാവരും മുഹമ്മദ് ജസീറിന് സ്വന്തം കുടുംബമാണ്. അങ്ങനെ വാഹനത്തിൽ നിന്നും ലഭിച്ച സ്വർണത്തിൻ്റെ ഉടമയ്ക്കായി അയാൾ കാത്തിരുന്നു. മാൾഡീവ്സിലുള്ള കുളുദ് പുഷി സ്വദേശിയായ സുസാന, ആഷിദ് സുസാന എന്ന് പറഞ്ഞ ലേഡി ഉണ്ട്. അവരും ഇവിടെ വരുമ്പോൾ അവരുടെ കുട്ടിക്ക് ബ്ലഡ് ക്യാൻസറാണ്. അപ്പോൾ ആ ക്യാൻസറായിട്ട് ബന്ധപ്പെട്ട് അവരിവിടെ 6 മാസം, 1 കൊല്ലം, 1.5 കൊല്ലം, 2 കൊല്ലം കൂടുമ്പോഴൊക്കെ ഇവിടെ വരാറുണ്ട്. ആ സമയത്തേക്കോ എന്നെ തന്നെ വിളിക്കാറുള്ളൂ. കുട്ടിയുടെ എന്തോ ചികിത്സയായിട്ട് ബന്ധപ്പെട്ട് മൂവാറ്റുപുഴയിലുള്ള സബേൺ ഹോസ്പിറ്റലിൽ പോയായിരുന്നു. ഓട്ടോ കേടായതിനാൽ മുഹമ്മദ് ജസീറിൻ്റെ കാറിലായിരുന്നു അന്നത്തെ യാത്ര. അങ്ങനെ ഞങ്ങളവിടെ എല്ലാം കഴിഞ്ഞ് തിരിച്ച് ഇവിടെ ഒരു രാത്രി 11 മണിയോട് ഇവിടെ എത്തിയായിരുന്നു. ഒരു അരമണിക്കൂറിന് ശേഷം ഈ സുസാനെ വിളിച്ചിട്ട് പറഞ്ഞ് എൻ്റെ ചെയിൻ ഒരെണ്ണം നഷ്ടപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ ഞാൻ വണ്ടി കംപ്ലീറ്റ് ആയിട്ട് അരിച്ചു പെറുക്കി നോക്കിയിട്ടും എനിക്ക് അന്നേരമൊന്നും എനിക്ക് കിട്ടിയില്ല. നഷ്ടമായത് എവിടെയെന്നറിയാതെ മാല ഉപേക്ഷിച്ച് മാലിദ്വീപ് സ്വദേശികൾ നാട്ടിലേക്ക് മടങ്ങി. വീണ്ടും 1 വർഷത്തിനു ശേഷമാണ് ഡിക്കിയിൽ വെച്ച സ്റ്റെപ്പിനി ടയറിൻ്റെ ഇടയിൽ നിന്നും മുഹമ്മദ് ജസീറിന് മാല ലഭിക്കുന്നത്. ബന്ധപ്പെടാൻ നമ്പർ ഇല്ലാതിരുന്നതിനാൽ വിവരമപ്പോൾ ഉടമയെ അറിയിക്കാൻ സാധിച്ചില്ല. ചികിത്സയ്ക്കായി എത്തുമ്പോൾ മാലിദ്വീപ് സ്വദേശികൾ താമസിക്കാറുള്ള അപ്പാർട്ട്മെൻറ്റിൽ അറിയിച്ചെങ്കിലും ഈ കാലയളവിൽ അവിടെ നിന്നും വിവരമൊന്നും ലഭിച്ചതുമില്ല. കേരളത്തിലെത്തിയാൽ വിളിക്കുമെന്നത് മാത്രമായിരുന്നു പ്രതീക്ഷ. അങ്ങനെ വർഷങ്ങൾക്കിപ്പുറം കാത്തിരുന്ന വിളിയെത്തി. എനിക്ക് കിട്ടിയ ഈ ചെയിൻ അവരെ കാണിച്ചു. അവർ ഭയങ്കര സന്തോഷം. കാരണം അവർ ഉപേക്ഷിച്ച് പോയി, അവർ മറന്നുപോയ കേസാണ്. അപ്പോൾ അവർ ഈ ഒരു എൻ്റെ സ്വർണ്ണത്തോടുണ്ടത്, അത് ഞാൻ കാണിച്ചപ്പോൾ അവർക്ക് എന്തെന്നില്ലാത്തൊരു സന്തോഷം. അന്യരുടെ ഒന്നും ആഗ്രഹിക്കാനോ എടുക്കാനോ പാടില്ല എന്ന് പിതാവ് പകർന്നു നൽകിയ പാഠമാണ് മുഹമ്മദ് ജസീറിനെ മുന്നോട്ട് നയിക്കുന്നത്. നഷ്ടപ്പെട്ട മാല ലഭിച്ചപ്പോൾ വേണമെങ്കിൽ മുഹമ്മദ് ജസീറിനത് സ്വന്തമാക്കാമായിരുന്നു. എന്നാൽ ഉടമയ്ക്കായി കാത്തിരിക്കാനും അത് തിരികെ നൽകാനും കാട്ടിയ മനസ്സ് വിലമതിക്കാനാകാത്തതാണ്.